ഹലോ എവരിവൺ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മെമ്പേഴ്സിനെ സ്റ്റാഫുകളെ ഡിഫറെൻറ്റ് റോളിലോട്ട് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ട്യൂഷൻ അഡ്മിൻ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ട്യൂഷൻ സെൻറ്ററിൻ്റെ ഓണർ ആണെങ്കിൽ നമുക്ക് എല്ലാ പണികളും ചെയ്യാൻ അല്ലെങ്കിൽ നോക്കി നിൽക്കാൻ സമയം കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കീഴിലോട്ട് നമുക്ക് സ്റ്റാഫുകളെ അസൈൻ ചെയ്ത് വെക്കാം. അത് 4 രീതിയിൽ നമുക്ക് 3 രീതിയിൽ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരു കോച്ചിങ് ഓണറാണ്, അതിൻ്റെ താഴെ നമുക്ക് അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോൾ അസൈൻ ചെയ്ത് വെക്കാം. അതിൻ്റെ താഴെ നമുക്ക് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോൾ അസൈൻ ചെയ്ത് വെക്കാം. മൂന്നാമതായിക്കൊണ്ട് നമുക്ക് ടീച്ചർ എന്ന് പറയുന്ന ഒരു റോൾ അസൈൻ ചെയ്ത് വെക്കാം. ഈ 3 റോൾസിനും ഡിഫറൻറ്റ് റോളുകളായിരിക്കും, അവർക്ക് ഡിഫറൻറ്റ് ഫംഗ്ഷനാലിറ്റീസുകളായിരിക്കും. ഇതിലെ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യുന്നതിൽ അവർക്ക് ഈ ഡിഫറൻറ്റ് റോളുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. റോളുകൾ എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബോട്ടം സെക്ഷനിൽ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ സ്റ്റാഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുന്നത്. അപ്പം നമ്മൾ ഓണറായിട്ടുള്ള നമ്മുടെ പേരായിരിക്കും, നമ്മുടെ ഡീറ്റെയിൽസും ആയിരിക്കും അതിൽ കാണുന്നുണ്ടാവുക. അപ്പം ഓണർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ട്യൂട്ട് ലിങ്കിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസിബിൾ ആണ്. ഇതിനനുസരിച്ചിട്ട് ഡിഫറൻറ്റ് റോൾക്ക് അനുസരിച്ചിട്ട് ഡിഫറൻറ്റ് ആളുകൾക്ക് ഈ ആക്സസിബിലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പം നമുക്ക് നമ്മുടെ കീഴിൽ അഡ്മിനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിന് എല്ലാ കാര്യങ്ങളിലും ആക്സസ് ഉണ്ടാകും, എക്സെപ്റ്റ് നമ്മുടെ ബില്ലിംഗ് പ്ലാൻസ്. ഇപ്പോൾ നിങ്ങളുടെ പ്ലാന് ട്യൂട്ട് ലിങ്കിൽ ഏതാണ് ആ പ്ലാൻ ചേഞ്ച് ആക്കാനുള്ള ഒരു അധികാരം അഡ്മിൻ ഉണ്ടാവില്ല. അത് നമുക്ക് മാത്രം ആസ് എൻ ഓണർ നമുക്ക് മാത്രമാണ് അതിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രോയിലോട്ട് മാറണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടർ ഗ്രോത്തിലോട്ട് മാറണം എന്നുണ്ടെങ്കിലൊക്കെ അത് നിങ്ങൾക്ക് മാത്രമാണ് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുക ആസ് എൻ ഓണർ. മറ്റേ അഡ്മിൻ ആളുകൾക്ക് ആ ഒരു ഫംഗ്ഷൻ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. അവർക്ക് ഫീസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും, പിന്നെ അതർ റോൾസുകൾ അവർക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഡ്മിന് പറ്റും. പിന്നെ അതിൻ്റെ താഴെ വരുന്നതാണ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. സ്റ്റാഫ് റോളിന് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ബില്ലിംഗ് സെക്ഷൻ പറ്റില്ല, പക്ഷേ അഡ്മിൻ നിന്ന് മാറിക്കൊണ്ട് അവർക്ക് എന്തും പറ്റില്ല. അവർക്ക് ഈ സ്റ്റാഫുകളെ ആഡ് ചെയ്യുന്ന ആ ഒരു റോള് പറ്റില്ല. അതായത് അവർക്ക് സ്റ്റാഫിനെ ഡിലീറ്റ് ആക്കാനോ പുതിയ സ്റ്റാഫിനെ ആഡ് ചെയ്യാനോ അത്തരം ഫംഗ്ഷനാലിറ്റീസുകൾ അവർക്ക് ആക്സസിബിൾ ഇല്ല. അവർക്ക് ടീച്ചേഴ്സിനെ ഓരോ ബാച്ചിലോട്ട് അസൈൻ ചെയ്ത് വെക്കാൻ പറ്റും, അറ്റൻഡൻസ് അവർക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ അഡ്മിനിൽ നിന്നും സ്റ്റാഫിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിന് ഡിഫറൻറ്റ് റോളിലോട്ട് ആളുകളെ അസൈൻ ചെയ്ത് വെക്കാൻ പറ്റും, പക്ഷേ സ്റ്റാഫിന് അങ്ങനെ പറ്റില്ല. ബാക്കിയുള്ള അതർ ഫംഗ്ഷൻസുകളെല്ലാം സ്റ്റാഫിന് പറ്റും. പിന്നെ വരുന്നതാണ് ടീച്ചർ എന്ന് പറയുന്ന ഒരു റോൾ എന്ന് പറയുന്നത്. ടീച്ചർക്ക് നമുക്ക് പ്രത്യേകിച്ച് ഓൺലി ടീച്ചർ അസൈൻഡ് ഫോർ അറ്റൻഡൻസ് മാർക്കിംഗ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഓരോ ടീച്ചറിനും നമ്മൾ ഒരു സ്പെസിഫിക് ബാച്ചിലോട്ട് അസൈൻ ചെയ്യുന്നത്. അപ്പം അത്തരം ആ ബാച്ചിൻ്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ബാച്ചിൻ്റെ എക്സാംസുകൾ കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ മാർക്ക് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ അതത് ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ക്ലാസ് ഒരു ടീച്ചറിന് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അർത്ഥം. അപ്പം അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആഡ് സ്റ്റാഫ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പം ഇതിൽ നമ്മൾ ഒരു പുതിയ സ്റ്റാഫിനെ ആഡ് ചെയ്യാണ്. അപ്പം ഞാനിപ്പോൾ മുനവ്വർ എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് അവന് നമ്മുടെ അഡ്മിൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇമെയിൽ ID admin@client academy എന്ന് പറഞ്ഞിട്ട് ഈ ഡീറ്റെയിൽ ആഡ് ചെയ്യുന്നു. ഫോൺ നമ്പർ ഒരു സാമ്പിൾ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. എന്നിട്ട് റോൾ എന്താണെന്നുള്ളതാണ്. അപ്പം അഡ്മിൻ എന്നുള്ള റോളിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് പാസ്വേഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ പാസ്വേഡും ഈ മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ക്ലയൻറ്റ് അക്കാഡമിയുടെ അഡ്മിൻ ലോഗിൻ ആയിട്ടാണ് അത് വരുന്നത്. അങ്ങനെയാണ് അവരുടെ ലോഗിൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ആസ് ആൻ ഓണർ നമ്മളാണ് അവർക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അവരുടെ ഇമെയിൽ ID. അപ്പം ഇമെയിൽ IDക്ക് വേണ്ടിയിട്ട് ഇമെയിൽ ID പിന്നെ ഓൾറെഡി അവർ തരും. ആ ഇമെയിൽ ID നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുന്നു. പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അവർ ട്യൂട്ട് ലിങ്ക് കയറിയിട്ട് അവരുടെ ഈ മെയിൽ ID നമ്മൾ കൊടുത്ത പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിക്കൊണ്ട് അവർക്ക് ട്യൂട്ട് ലിങ്കിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡിലോട്ട് ലോഗിൻ ആയിട്ട് വരാവുന്നതാണ്. പക്ഷേ അവർക്ക് ബില്ലിംഗ് പൊസിഷൻ ആക്സസിബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലാണ് നമുക്ക് ഒരു സ്റ്റാഫിനെ നമുക്ക് ആഡ് ചെയ്യാൻ ഉള്ളത്. അപ്പോൾ പ്രത്യേകമായിക്കൊണ്ട് ഈ ഒരു ഡിഫറൻസുകളാണ് 4 സ്റ്റാഫുകൾക്കും 4 റോളുകളാണ് ഉണ്ടാവുക. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റാഫിനെ ആഡ് ചെയ്യേണ്ടി ഉണ്ടായിരിക്കുക. അപ്പം അതിനനുസരിച്ച് സ്റ്റാഫുകളുടെ റോളിൽ വ്യത്യാസം വരും. അപ്പം നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് ആ സ്റ്റാഫുകളെ ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ രൂപത്തിൽ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിൽ യഥാസമയത്തും പോയി നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡാഷ്ബോർഡിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള രൂപത്തിൽ അത് നോക്കിയാൽ മതിയാകും. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ സ്റ്റാഫ് ആഡ് വരുന്നത്. അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ വരും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.